തുർക്കിയും അമേരിക്കയും തമ്മിൽ ഏറ്റുമുട്ടലിൻ്റെ വക്കിലാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇവർ തമ്മിൽ ഒരു സഖ്യത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നവരാണ്, നാറ്റോ സഖ്യത്തിനകത്ത്. പെട്ടെന്ന് എങ്ങനെയാണ് ഇവർ തമ്മിൽ തെറ്റാനുള്ള ഒരു സാഹചര്യം? കാരണം തുർക്കിക്ക് ഇടക്കാലത്ത് ഒരു ചെറിയ പനിക്കോളുണ്ടായി. കൃത്യം പറഞ്ഞാൽ ചൈന പനി എന്ന് പറയും. അപ്പോൾ ചൈനയുമായിട്ട് തൊട്ടടുത്ത ഒരു അയൽരാജ്യം എന്ന നിലയിൽ, അല്ലെങ്കിൽ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു രാജ്യം എന്ന നിലയിൽ തുർക്കി ചൈനയുമായിട്ട് പല മേഖലകളിലും സഹകരിക്കാൻ തുടങ്ങി, ഒളിഞ്ഞും തെളിഞ്ഞും. അപ്പോൾ അമേരിക്കയ്ക്ക് തുർക്കിക്ക് മേൽ കടുത്ത ഒരു സംശയം. ഈ സംശയത്തിൻ്റെ വെളിച്ചത്തിൽ ട്രംപ് ആദ്യം ഒരു മുന്നറിയിപ്പ് കൊടുത്തു. മുന്നറിയിപ്പ് ഇങ്ങനെയായിരുന്നു: തുർക്കി ചൈനയോടൊപ്പം സഹകരിക്കാൻ പോയാൽ, അവരുമായി ഏതെങ്കിലും തരത്തിൽ ധാരണയോ പങ്കാളിത്തമോ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നൊരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു സൂചന ട്രംപ് കൊടുത്തിരുന്നു. പക്ഷേ തുർക്കി ആ വെല്ലുവിളി തള്ളിക്കളഞ്ഞു. ചൈനയുമായിട്ട് പലതരത്തിൽ പല മേഖലകളിൽ അവർ സഹകരിക്കാൻ തുടങ്ങി, കരാറുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇതോടുകൂടി ട്രംപ് ഒരു നിലപാടെടുത്തു. ഇപ്പോൾ ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ച സമാനമായ രീതിയിൽ തുർക്കിക്കെതിരെയും വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചു. വലിയ രീതിയിലുള്ള താരിഫ് തുർക്കിക്കെതിരെയും ചുമത്തി. അതുമാത്രമല്ല, ഈ അമേരിക്കയുടെ പല യുദ്ധസാമഗ്രികളും ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് തുർക്കി. അവർക്ക് അത്തരത്തിൽ ആയുധങ്ങൾ കൊടുക്കുന്നത് അത് പുനഃപരിശോധിക്കാനായിട്ട് തീരുമാനിച്ചു. നേരത്തെ കൊടുത്ത ആയുധങ്ങളുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ F-16 യുദ്ധവിമാനങ്ങൾ, ഈ ബ്ലാക്ക് ഹോക്ക് എന്ന് പറയുന്ന ഹെലികോപ്റ്റർ, ഇതിൻ്റെയൊക്കെ സ്പെയർ പാർട്സ്, എന്തെങ്കിലും സാങ്കേതിക തകരാറ് വന്നാൽ അത് മാറ്റിയിടണമെങ്കിൽ അമേരിക്കയിൽ നിന്ന് സാധനം സപ്ലൈ ചെയ്യണം. അതൊക്കെ ഇനി കൊടുക്കണ്ട, ഇനി മുതൽ അത് തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടു. അപ്പോൾ ഇതേ സംബന്ധിച്ച് ഇപ്പോൾ ഇത്തരം അമേരിക്കയുടെ യുദ്ധോപകരണങ്ങൾ ഏറിയതും ഉപയോഗിക്കുന്ന രാജ്യമെന്ന നിലയിൽ ഈ സ്പെയർ പാർട്സ് കൃത്യമായി കിട്ടിയില്ലെങ്കിൽ അത് തുർക്കിയെ സംബന്ധിച്ച് അവരുടെ പ്രതിരോധ രംഗം വളരെ ദുർബലപ്പെടും. ആ ഒരു സാഹചര്യമാണുള്ളത്. തുർക്കി എന്ന് പറയുന്നത് നാറ്റോ സഖ്യ രാജ്യങ്ങളിൽ സൈനികമായി ഏതാണ്ട് പ്രബലമായ ഒരു ശക്തി രാജ്യം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ തുർക്കിയെ ദുർബലപ്പെടുത്താനായിട്ടുള്ളൊരു സമീപനമാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ അവസരം ചൈന കൃത്യമായി മുതലെടുക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ഈ രണ്ട് നേതാക്കളും, എർദോഗാനും അതേപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ദോഹയിൽ ഒരു കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടാക്കിയ ധാരണ പ്രകാരം രണ്ടു കൂട്ടരും പല മേഖലയിൽ പരസ്പരം സഹകരിക്കാൻ തീരുമാനിച്ചു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഊർജ്ജ മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. സൈനിക മേഖലകളിൽ, അതായത് പ്രതിരോധ രംഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം, രഹസ്യ വിവരങ്ങൾ കൈമാറുന്ന അടക്കം ഉള്ള സഹകരണം. ചൈനീസ് കറൻസി യുവാൻ, അതിൻ്റെ വിനിമയം, അത് തുർക്കിയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഡോളറിലാണല്ലോ സാധാരണ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇടപാട്. അപ്പോൾ ഡോളറിനെ മാറ്റി നിർത്തി ചൈനീസ് കറൻസി വെച്ചുള്ള ഇടപാടുകൾ നടത്താനായിട്ട് ഇവർ രണ്ടുപേരും ധാരണയായി. അപ്പോൾ അമേരിക്ക അവരുടെ നിലപാട് ഘടിപ്പിച്ചു. തുർക്കിക്ക് വ്യാപാര കരാർ അടക്കം പ്രഖ്യാപിച്ചൊരു നിലപാടെടുത്തു. ഈ അവസരം മുതലാക്കി നമ്മുടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഒരു ഓഫർ കൂടി അങ്ങോട്ട് വെച്ചു. തുർക്കിക്ക് $20 ബില്യൺ വായ്പാ സഹായം. ഇതുകൂടാതെ തുർക്കിയിലെ തന്ത്രപ്രധാന മേഖലകളിലൊക്കെ ചൈന നിക്ഷേപം നടത്തുകയും ചെയ്യും. ഇതോടുകൂടി എർദോഗാൻ അങ്ങ് ഫ്ലാറ്റായി. ഇപ്പോൾ ട്രംപിനെ അങ്ങോട്ട് അടുപ്പിക്കേണ്ട, അല്ലെങ്കിൽ ട്രംപുമായിട്ട് ഇനി കാര്യമായിട്ടുള്ള വലിയ സഹകരണമൊന്നും വേണ്ട എന്നൊരു നിലപാടിൽ തന്നെയാണ് അവരുള്ളത്. കാരണം തുർക്കിയെ സംബന്ധിച്ച് അവർക്ക് അവിടെ ഇപ്പോൾ നടത്തിയ ഒരു സർവേയിൽ അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത്, ഏതാണ്ട് 55% ജനങ്ങൾ വിശ്വസിക്കുന്നത് അവർക്ക് ഏറ്റവും അനുയോജ്യമായ പങ്കാളി ചൈനയാണെന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയുടെ ജനസമ്മതി വെറും 23% മാത്രമാണ്. അപ്പോൾ ജനങ്ങളുടെ പിന്തുണ ഉണ്ട്. അപ്പോൾ പിന്നെ എർദോഗാന് മുന്നും പിന്നും നോക്കാനില്ല. അപ്പോൾ ചൈനയുമായിട്ട് സഹകരിക്കുന്നത് തന്നെയാണ് അവർക്ക് സംബന്ധിച്ചുള്ള കൃത്യമായ വഴി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത് സംബന്ധിച്ച് അമേരിക്കൻ മാധ്യമമായ വാഷിങ്ടൺ പോസ്റ്റ് അവർ ഒരു നിശിത വിമർശനം കണക്കെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. അതായത് ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള വികലമായ നടപടികൾ മൂലം ഇന്ത്യ ഇപ്പോൾ അമേരിക്കയുടെ പക്ഷത്തല്ല. ഇന്ത്യ ഇപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും കൂടെയാണ് നിൽക്കുന്നത്. അതേപോലെ തുർക്കി എന്ന് പറയുന്ന നാറ്റോ അംഗരാജ്യമാണ്. തുർക്കിയുമായിട്ട് അമേരിക്ക വലിയ രീതിയിലുള്ള സഹകരണ ഉടമ്പടികളൊക്കെ ഉള്ള രാജ്യമാണ്. ആ തുർക്കിയും ഇപ്പോൾ അമേരിക്കയെ വിട്ടു പോകുന്ന അത്തരത്തിലൊരു നിലപാടിലേക്ക് അവർ പോയി എന്നുള്ളത് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അമേരിക്കയ്ക്ക് കാലാകാലങ്ങളായി പിന്തുണ നൽകിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ അമേരിക്കയുടെ ആജ്ഞാനുവർത്തികളായി നിന്ന പല രാജ്യങ്ങളും ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അവർ ആ നയം മാറ്റുന്നു, അതിലൊരു തിരുത്തൽ വരുത്തുന്നു എന്നുള്ളത് നമുക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ അമേരിക്കൻ കറൻസിയായ ഡോളർ, അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു തുടങ്ങുന്നു. ഇപ്പോൾ ഇന്ത്യ റഷ്യയുമായിട്ട് ഇന്ത്യൻ കറൻസിയിൽ ഡീൽ ചെയ്യുന്നു. യൂറോപ്യൻ യൂണിയൻ യൂറോ വെച്ചുണ്ട്. ഡോളറിൻ്റെ പ്രസക്തി അവിടെ തീർന്നു. ഇവിടെ ഇപ്പോൾ ഉക്രൈനും ചൈനയുമായിട്ട് ചൈനീസ് കറൻസി വെച്ച് ഇടപാട് നടത്താൻ ധാരണയാകുന്നു. അപ്പോൾ ഇതെല്ലാം പ്രത്യക്ഷത്തിൽ ട്രംപിനെതിരെയുള്ള, അല്ല അമേരിക്കക്കെതിരെയുള്ള ഒരു പടയൊരുക്കമായിട്ട് വേണം കരുതാൻ. ഷീ ജിൻപിങ്ങിൻ്റെ ഒരു പ്രസ്താവന കൂടി ഈയിടക്ക് വരികയുണ്ടായി.
ആ ഷീ ജിൻപിങ് ഉക്രൈനെ സംബന്ധിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ഉക്രൈൻ അമേരിക്കയെ ആശ്രയിക്കുന്ന കാലം കഴിഞ്ഞു, ഉക്രൈൻ ഇനി വിശ്വസ്ത പങ്കാളിയെ തിരഞ്ഞെടുക്കണം, അത് ഞങ്ങളാണ്. ആ രീതിയിൽ ചൈന നിലപാടെടുക്കുന്നു. അതിനോട് അനുയോജ്യമായി ഉക്രൈനും പ്രതികരിക്കുന്നു. ഇവിടെ ട്രംപ് വെറും കാഴ്ചക്കാരനായിട്ട് നോക്കി നിൽക്കാനാണ് ട്രംപിൻ്റെ വിധി. ശരിക്കും ഉക്രൈൻ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം കൈക്കൊള്ളുന്നതിൻ്റെ ഒരു കാരണം കൂടിയായി മാറുന്നുണ്ട്. അതായത് ഉക്രൈനോടുള്ള നിലപാട്, ഉക്രൈനോട് നമ്മൾ എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതെല്ലാം തന്നെ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന അടിയും അമേരിക്കയോട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടാനും ഇത് വലിയ തോതിലൊരു പാത്രമാകുന്നുണ്ട്. പക്ഷേ എൻ്റെ സംശയം അതല്ല, ഉക്രൈൻ അവിടെ നിൽക്കട്ടെ, പക്ഷേ ഈ പറയുന്ന നാറ്റോ രാജ്യമായിട്ടുള്ള തുർക്കിയെ കൂടി അമേരിക്ക പിണക്കുകയാണ്. അതായത് ഓൾറെഡി പിണക്കിയിരിക്കുന്നതിൽ നമ്പർ 1 ഉക്രൈനാണ്. കൂടെ നിർത്തിയിട്ട് അടി കൊടുത്തതാണ്. അതായത് കൂടെ നിർത്തിയിട്ടാ നിനക്ക് അവനെ അടിക്കാൻ ഞാൻ കൂടെ വരാം എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് നീ എന്തിനാണ് അവനെ അടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് തലക്കിട്ട് കൊടുക്കുക കൂടെ നിൽക്കുന്നവനെ. അതാണ് ട്രംപ് ചെയ്തത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് യൂറോപ്യൻ യൂണിയനെ മൊത്തം പിണക്കി. യൂറോപ്യൻ യൂണിയനോട് പറയുന്നത് നിങ്ങളെല്ലാവരും ഞാൻ F-35 തരും, അത് വാങ്ങിക്കണം, നാറ്റോയിൽ കൂടുതൽ നിക്ഷേപിക്കണം, കൊണ്ടുപോകൂ, ഇവിടെ കെട്ടിക്കിടക്കുന്നു എന്നാ പറയുന്നത്. അതെ, ഇങ്ങനെ ചെയ്യുന്നത് അവരെ എല്ലാം പിടക്കി. ജർമ്മനിക്കും ഫ്രാൻസിനും ഇസ്രായേലിന്റെ കാര്യത്തിൽ അടക്കം വിരുദ്ധാഭിപ്രായമുണ്ട്. അമേരിക്ക പറയുന്നത് കേൾക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. ഇന്ത്യക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്താൻ പറയുമ്പോൾ അവർ മിണ്ടാതിരിക്കുക ചെയ്യുന്നില്ല. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന സംഘർഷങ്ങളുടെ പേരിൽ ഈ നാറ്റോ സഖ്യരാജ്യമായ പല രാജ്യങ്ങൾക്കും ഇസ്രായേലിനും അമേരിക്കക്കെതിരെയും കടുത്ത വിയോജിപ്പുണ്ട്. അപ്പൊ ഇപ്പൊ അടുത്ത ഘട്ടം തുർക്കിയാണ്. തുർക്കിയും കൂടി പിണക്കി കഴിഞ്ഞാൽ ട്രംപിന് വല്ല ഭ്രാന്ത് ഉണ്ടോന്ന് ലോകം മൊത്തം ചോദിച്ചുകൊണ്ടിരിക്കുക. അല്ല, ട്രംപിന് ഭ്രാന്തുണ്ടോന്ന് അമേരിക്കയിലുള്ളവർ തന്നെ ചോദിക്കുന്നുണ്ട്. അതെ, ട്രംപിന്റെ വലങ്കൈ ഇടങ്കൈ നിന്ന പലരും, ഏറ്റവും പ്രബലമായ ഉദാഹരണം എലോൺ മസ്ക് തന്നെയാണ്. കാര്യം 2ാം ട്രംപിനെ അവരോധിക്കാനായിട്ട് രാപകൽ അധ്വാനിച്ച് ഏതാണ്ട് അവിടുത്തെ അദ്ദേഹം ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്ക് പ്രകാരം $254 മില്യൺ ചെലവഴിച്ച ഒരു കോടീശ്വരനാണ്. അതൊക്കെ വെറുതെ കൊണ്ട് കടലിൽ കായങ്ങലക്കിയ പോലെ ആയിപ്പോയി എന്നുള്ളത് ഇപ്പോൾ പിന്നെ വൈകിയാണെങ്കിലും എലോൺ മസ്കിന് മനസ്സിലായി. പച്ചയ്ക്ക് തെറി വിളിച്ചിട്ടല്ലേ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉറ്റ പങ്കാളിയായി നിന്നവർക്ക് പോലും ട്രംപ് ഇപ്പോൾ അനഭിമതനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് രാജ്യങ്ങളും ട്രംപ് അധികാരത്തിലിരിക്കുന്ന അമേരിക്കയ്ക്കെതിരെ ചിന്തിച്ചു പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാര്യം ഇത്തരത്തിൽ ഈ നാറ്റോ സഖ്യരാജ്യം എന്ന് നമ്മൾ പറയുമ്പോഴും ഈ ട്രംപ് പറയുന്ന അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് അതേപടി യെസ് മൂളുക, റാൻ മൂളുക എന്ന് മാത്രമാണ് ഇവരുടെ ചുമതല. ഏതെങ്കിലും രാജ്യങ്ങളിൽ പോയി സൈനികമായി ഇടപെടുക, അല്ലെങ്കിൽ അവിടെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി സൈനിക കാവൽ ഏർപ്പെടുത്തുക, അതിനൊക്കെ നിയോഗിക്കപ്പെടുന്നവരാണ് ഈ നാറ്റോ അംഗരാജ്യങ്ങളെന്ന് പറയുന്നത്. അവിടെയെല്ലാം അമേരിക്കയുടെ അജണ്ടകളാണ് എല്ലായിടവും നടപ്പിലാകുന്നത്. അപ്പോൾ ഉക്രൈൻ ഇപ്പോൾ തീരുമാനിക്കുന്നു, ചിന്തിക്കുന്നു, ഇങ്ങനെ പോയാൽ കാര്യമില്ല. കാര്യം ട്രംപിന് അദ്ദേഹത്തിൻ്റെതായ അജണ്ടകളുണ്ട്. ആ കാരണം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുമുപരി അദ്ദേഹം ഒരു നല്ലൊരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ആ പറയുന്നതിനൊക്കെ റാൻ മൂള് നിൽക്കുന്നതിലും ഭേദം സ്വന്തമായിട്ട് ആലോചിച്ച് തീരുമാനിച്ച് നിലപാടുകൾ എടുക്കുന്നതാണെന്നാണ് ഇപ്പോൾ ഉക്രൈൻ അങ്ങനെ ചിന്തിക്കുന്നു, തുർക്കിയും അങ്ങനെ ചിന്തിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.